ഇന്നും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അനിയത്തിയുടെ മരണം. എൻ്റെ അനിയത്തിയുടെ മരണം അതൊരു ആക്സിഡന്റ് മരണമായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് Q&Aയുടെ സെക്കൻഡ് പാർട്ടാണ്. പിന്നെ ഫസ്റ്റ് പാർട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ലിങ്ക് കൊടുക്കാം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് തീർച്ചയായിട്ടും കാണണം, അതിനുശേഷം സെക്കൻഡ് പാർട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2-3 ക്വസ്റ്റ്യൻസും കൂടി ബാക്കിയുണ്ട്. അതിൽ ഒരാൾ ചോദിക്കുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെ തോന്നുന്നു, ആമീസ് ഫുഡ് കോർണർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാനൂരിന് ഒരു വ്ളോഗറെ കാണാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു. Me too from Panur. Okay, my question relation between you guys. നമ്മളത് ഓൾറെഡി പറഞ്ഞു. പിന്നെ ബഷീർ വാങ്ങിയപ്പോൾ മഞ്ജു പറഞ്ഞു ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യാമോ? അത് എന്തായാലും അവളൊരു വീഡിയോ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യും. അത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമെന്നെങ്കിൽ നിങ്ങൾ കണ്ട് ഇരിക്കണം. ഒരു 1.5 സ്റ്റോറിയാണ്. പിന്നെ മഞ്ജു ഫേസ് കാണിച്ച് വ്ലോഗ് ചെയ്യുന്നതിൽ ആരെങ്കിലും പുച്ഛിക്കാറുണ്ടോ? ഒരുപാട്. അപ്പോ ക്യാമറ ഇടയ്ക്ക് ഓഫായി പോയി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പോ പിന്നെ അതായത് എനിക്ക് ശേഷമാണ് ഇവൻ ജനിക്കുന്നത്. അപ്പൊ ഞങ്ങളെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടിയാണ് ഇവൻ. അപ്പൊ ഇവരെ ഞാൻ തട്ടി നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെയാണ് ഇവന്റെ ഉമ്മയെക്കാളും ഇവനിക്ക് അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് ഞാൻ. പിന്നെ ഞങ്ങളുടെ ഉമ്മാന്റെ 2 അനിയത്തിമാരുണ്ട്. അവരൊക്കെ തന്നെ ഇവരെ കൊണ്ടുനടന്നത്, ലാണിച്ചിട്ട് തന്നെ കൊണ്ടുനടന്നതാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോഴും അങ്ങനെ തന്നെ ഇവരെ കാണുന്നത്. അല്ലെങ്കിലും ഞങ്ങൾ എന്താ പറയാ, ഏട്ടത്തി അനിയത്തിയുടെ മക്കൾ എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ അനിയന്മാര് ഏട്ടത്തി അങ്ങനെ ആ ഒരു റെസ്പെക്ട്, അതായത് എന്താ പറയാ, ഒരു എന്താ ഇപ്പൊ പറയണ്ടേ, ഒരു ഈക്വാലിറ്റി. ഓരോ ബന്ധങ്ങൾക്കും നമ്മൾ ഓരോ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാർ പല ആൾക്കാരും പല ടൈപ്പാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് യൂട്യൂബ് കാണുന്നത് ഭയങ്കര മഹാഭാവമായിട്ട് കാണുന്നത്. യൂട്യൂബ് ഞങ്ങൾ തുറക്കാറില്ല. ഇത് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? ഞാൻ ഇവനെ തൊടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഇവനോട് എന്തെങ്കിലും സംസാരിക്കുന്നതായിക്കോട്ടെ ഇവർ ഭയങ്കര തെറ്റാ ചെയ്യുന്നത്, അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. ഇത് ചില പറയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞങ്ങളും ഒരു മോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പോൾ ഞങ്ങൾക്കൊരു മോനുണ്ടായി കഴിഞ്ഞാൽ ആ മോന് വലുതായി തടി മീശൊക്കെ വെച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മോനല്ലാതാവുക, ഓ വലിയ ആളായി, ഇനിയിപ്പൊ ഞങ്ങൾക്ക് അത് മോനല്ലാണ്ടാവുക. എന്തർത്ഥത്തിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ പിടിയിട്ടില്ല. പക്ഷെ അത് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു പാനൂർ ഇപ്പം ഞാൻ നിൽക്കുന്ന നാട്ടിൽ നിന്ന് ഒരു വ്ളോഗായിട്ട് ഒരു ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പ്രസൻസ് കാണിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് ചെയ്യുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ഞാനായിരിക്കും. കാരണം ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരുടെ സിസ്റ്റം അങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്. ഇതൊക്കെ ഭയങ്കര തെറ്റ്, ഇവിടെ എന്താ കാട്ടി. പക്ഷെ ഞാൻ ചോദിക്കും, ഞങ്ങൾ പുറത്ത് പോയി ഈ നാട്ടിലുള്ള ആൾക്കാരെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും എല്ലായിടെയും പോകുമ്പോൾ പുറത്ത് പോകാനാണ് പറയും. ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങളെ പ്രസൻസ് ആയിരിക്കും, അത് ഭയങ്കര തെറ്റാണ് അങ്ങനെ കാണുന്നത്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ എൻ്റെ അനിയനാണ്. ഞങ്ങളെ കണക്ഷൻ അങ്ങനെയാണ്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മയെക്കാളും ഇവൻ്റെ ഉമ്മയാണ് എന്നെ കൊണ്ടു നടന്നത്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധമുണ്ട്. ഇവന്റെ ഉമ്മയും ഞാനും ഏകദേശം ഒരേ ടൈപ്പാണ് പൊതുവെ എല്ലാവരും പറയും. കാണാനും ഏകദേശം അങ്ങനെ തന്നെയാന്ന് പറയാ. അപ്പൊ ഇവന്റെ ഉമ്മയും എൻ്റെ കാർണോറുണ്ട്, കാക്ക ഇത്താത്താന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പൊ അവരാണ് എന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു സ്നേഹമാണ് ഞങ്ങൾക്ക് ഇവരോടുള്ളത്. അപ്പൊ നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച്. ഇപ്പൊ ഞാൻ പാനൂരാണെങ്കിലും ഞാൻ എപ്പോഴും ആൾക്കാർക്ക് അധികം, എൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് അറിയാം ഞാനിവിടെ അധികം ഉണ്ടാവാറില്ല. ഞാൻ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ അങ്ങനെ വളർന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര അറ്റാച്ച്മെന്റ്. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇവര് സ്വന്തം അല്ല, അങ്ങനെ സ്വന്തം അല്ല എന്ന് പറയുന്നവർക്ക് അല്ലായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമാണ്. എന്റെ സ്വന്തം അനിയനാണ്. ഞാനും ഓള് ഏകദേശം സെയിം ആണ്. പിന്നെ അപ്പോ ഓളാണ് ഇങ്ങനെ മെയിൻ ആയിട്ട് കൊണ്ട് അത് ബാക്കി പറഞ്ഞു. അതല്ല, ഇവരുണ്ടാവും സെയിം ഏജ് ആണ്. എന്താ പറയാ, പിന്നെ ഇവളെ ഉമ്മാന്റെ ഏറ്റവും ഇളയ അനിയത്തി. പക്ഷെ ആ ഒരു ഇതുപോലെയല്ല അവര് തമ്മിൽ എന്താ പറയാ, സ്വന്തം അനിയത്തിയും പിന്നെ ഏട്ടത്തിയും എന്നുള്ള രീതിയിൽ അവർ ഓളെന്ന് വെച്ചാൽ എന്റെ ഏറ്റവും വലിയൊരു ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലൊരു ഏട്ടത്തി അനിയത്തിനെ പോലെ തന്നെയാണ് ഞങ്ങൾ തമ്മിൽ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ഓണം വ്ലോഗിലാണ് ഓളെ കാണിച്ചിട്ടുണ്ട്. അപ്പോ ഞാനും ഓളും ഇല്ലാത്ത ഒരു സംഭവം എന്തുണ്ടെങ്കിലും എടി എനിക്ക് ഇന്ന സംഭവം വ്ലോഗ് ചെയ്യണം, എനിക്ക് അങ്ങ് വരണമെന്ന് വേഗം പോരിന്ന് പറയും. നമ്മളങ്ങനെയാണ്. എനിക്ക് അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ് എൻ്റെ ഉമ്മ ഫാമിലി.
അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാണുന്നവരെ ഇടയിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞങ്ങളുടെ നാട്ടുകാരെ എല്ലാരും ഞാൻ പറയുന്നില്ല കേട്ടോ, പ്രത്യേകം എടുത്ത് പറയണെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് ഒരുപാടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അയൽവാസികളുണ്ട്, കുടുംബക്കാരുണ്ട്. കേൾക്കുന്നവർക്ക് മനസ്സിലാവും, ഒന്നും തോന്നണ്ട എന്ന് വെച്ചാൽ അല്ലാത്തവര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. എന്റെ ഗ്രൂപ്പിലാണെങ്കിലും എനിക്ക് വളരെ നല്ല സപ്പോർട്ടാണ്. അല്ലാത്ത ചില ആൾക്കാരുണ്ട്, അവരെ ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ മനസ്സേ നെഗറ്റീവാണ്. പിന്നെ ഇട്ടാവട്ടത്തിലാണ് അവർ ചിന്തിക്കുന്നത്, അതിലപ്പുറം അവർക്കൊരു ലോകമില്ല. അവർ ജനിച്ചു വളർന്ന സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ നാട്ടിലെ ഫസ്റ്റ് ബ്ലോഗർ എന്നുള്ളൊരു അഭിമാനത്തോടുകൂടെ വളരെ ആത്മധൈര്യത്തോടുകൂടി തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. എനിക്ക് ആരെയും അങ്ങനത്തെ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. ഭർത്താവിന് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അതിപ്പോ ഓക്കെ, ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട്. ഇതിപ്പോ എന്തിനുള്ള മറുപടിയാന്ന് വെച്ചാല് പിന്നെ അതിനുള്ള മറുപടിയാണ് കേട്ടോ. പിന്നെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടോ? ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയാൻ എൻ്റെ ഉമ്മ, സിസ്റ്റർ, ബ്രദറൊക്കെ നല്ല സപ്പോർട്ടാണ്. അതുപോലെ എൻ്റെ ഉമ്മ ഫാമിലി മൊത്തം സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ പെങ്ങള്, എടുത്തു പറയേണ്ട എൻ്റെ ഉമ്മ പെങ്ങള്, എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ, അവരെന്നെ എന്താ പറയാ എൻ്റെ കൂടെ ഉള്ളവരാണ്. അവരുള്ളത് കൊണ്ടാണ് ശരിക്കും ഞാനിങ്ങനെ നിൽക്കുന്നത്. അവർ തന്ന ധൈര്യം, അവർ തന്ന സപ്പോർട്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നത്. അതിലപ്പുറം എന്നോട് ആരും ചോദിക്കരുത്, എനിക്കറിയില്ല. എന്താ പറയാ, ആ ഭാഗം എനിക്കറിയില്ല. ഞാൻ ആ ഭാഗം ചിന്തിക്കുന്നില്ല. ചെയ്യുന്നവരുണ്ട്, പിന്നെ ഉള്ളിൽ കൂടെ എല്ലാ മാതിരി ആൾക്കാരും ഉണ്ട്. തുറന്ന് പറയാണ്ട് ഇരട്ടത്താപ്പ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ്. അതായത് നമ്മളെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക. അതായത് പുറമെ ചിരിച്ചിട്ട് നല്ല ഇതിൽ സംസാരിക്കാം. എനിക്ക് എന്റെ ഉപ്പ ഫാമിലിയിലാണെങ്കിലും എനിക്കറിയില്ല. ചില ആൾക്കാരുണ്ട്. അതെ, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ പറയുക, വീഡിയോസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. താങ്ക് യു. ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യണം. നിങ്ങളുടെ പ്രായമൊക്കെ നല്ല അല്ല പാർട്ടിക്ക് എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, പ്രാങ്കൊക്കെ നല്ല രസമുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ 10K ആയതിനുള്ള കൺഗ്രാജുലേഷൻസ് ആണ് അതൊക്കെ. എന്തായാലും പിന്നെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഹസീന സുഹൈദ്, ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം. അത് ഞാൻ വഴിയെ പറയാം. ലാസ്റ്റ് പറയാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഒരു ഞാനും എൻ്റെ ഓളും കുറെ കാലമായിട്ട് ഞങ്ങൾക്ക് കമന്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ആളെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് സൽമാൻ എന്ന വ്യക്തിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ്. ഇവനിക്കൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നല്ലതിനായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവന്റെ സീനിയറാണ്. ചിലപ്പോൾ ഇവനെ ഞാൻ വഴക്കെല്ലാം പറയാറുണ്ട്. ഇവനാണെങ്കിൽ പെട്ടെന്ന് സാഡാവും. ഇവന്റെ നെഗറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇവൻ പെട്ടെന്ന് സാഡാവും, ഭയങ്കര. ഇത്തിരി കാര്യം മതി, വലിയ കാര്യമൊന്നും വേണ്ട, ചെറിയൊരു കാര്യം, എന്തിനൊക്കെ ഒരു ചോക്ലേറ്റിന്റെ കാര്യം മതി, അപ്പൊ ഇവ പണങ്ങും. പെണെങ്കിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അന്ന് എനിക്ക് യൂട്യൂബ് എടുക്കാൻ കഴിയില്ല. പിന്നെ ഇവൻ അനങ്ങൂല, ഇരുന്നിട്ട് അനങ്ങൂല. ചിലപ്പോൾ തോക്ക് പിടിച്ചിട്ട് ടിഷ്യൂ ആക്കുമെന്ന് പറഞ്ഞാലും ഒറിജിനൽ തോക്ക് കാണിച്ചാലും ഇവനെ ഇരുന്നിട്ട് അനങ്ങൂല. അതാണ് ഇവന്റെ ഒരു നെഗറ്റീവ് പോയിന്റ്. യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ സൽമാനിന് ജീവിതത്തിൽ തേപ്പ് ഒഴിച്ച് മനസ്സിനെ വേദനിപ്പിച്ചു എന്ന് തോന്നുന്ന കാര്യം. ഈ തേപ്പിന്റെ സ്ഥിരമായിട്ട് പറയുന്നത് കാരണം ഈ തേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ലോകത്ത് വലിയ സംഭവമൊന്നുമില്ല. അതാണ്. അപ്പൊ നെവമായി, അതൊരു വിഷയമല്ല. പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവൻ അതെടുത്ത് പറഞ്ഞത് അല്ലാണ്ട് ജീവിതത്തിൽ മനസ്സിനെ വേദനിപ്പിച്ചെന്ന് തോന്നുന്ന കാര്യം അറിയാനും മാത്രം ഉണ്ട്. പക്ഷെങ്കിൽ അത് പറയാനായിട്ടില്ല, പറഞ്ഞെന്നും വരൂല. നോക്കാം. പിന്നെ മൻസൂറൊക്കെ ഏറ്റവും സ്നേഹം ആരോട്? അതിപ്പോ പറയാന്ന് വെച്ചാല് നമ്മളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന അവരോടായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകും. അതിപ്പോ ഏറ്റവും കൂടുതൽ ആരോടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെ ലൈഫ് പാർട്ട്ണറോടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാകും. നമ്മളെ ഭർത്താവിനോട് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭർത്താവിനോട് തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളോട്. മൻസൂറയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത വേദനിപ്പിച്ച ഒരു കാര്യം, സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്? രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ. അപ്പോ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഒരു ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി എനിക്ക്.
അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഒന്നും വേണ്ട, ഒരു ലഡു കിട്ടിയാൽ ഇവളെ സന്തോഷം കാണണ്ട. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ വലിയൊരു സംഭവം എന്റെ ലൈഫിൽ അങ്ങനെ പറയത്തക്ക ഉണ്ടായിട്ടില്ല. എടുത്തു പറയത്തക്ക ഭയങ്കര ഹാപ്പി എനിക്ക് അങ്ങനെയില്ല. എല്ലാ ഹാപ്പി വിഷമിപ്പിച്ചാലും മറക്കാനകത്ത് വിഷമിപ്പിച്ച കാര്യം എൻ്റെ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോ ഞാൻ ഏത് പറയണമെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞ അതൊക്കെ ഞാൻ വഴിയേ പറയാന്നുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മളെ അറേബ്യൻ ഹാർട്ട് ബീറ്റ്സ് ആണ്. അതൊരു 10-11 ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. ഇത് ലാസ്റ്റ് ആണ്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ. ഓക്കെ, 10-11 ചോദ്യമുണ്ട്. ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളെ പറ്റിയിട്ടുണ്ട് എനിക്ക്. മണ്ടത്തരത്തിന്റെ ഒരു കൂടാരം. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് അതിൻ്റെ അകത്ത് ഏതൊക്കെ ഉണ്ട് നിൽക്കണം. ഞാൻ വെറും മണ്ടത്തി, എന്നെ എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. അങ്ങനെ ഇത് വെച്ചിട്ടുള്ള മണ്ടത്തില്ല. എന്താ വെച്ചാല് ഇവള് എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാല് പിന്നെ അല്ല എന്തെങ്കിലും കാര്യത്തിന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എന്തിനാ തിരിഞ്ഞതെന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. ആ ഒരു ടൈപ്പാ. അതാ സംഭവം ഉദ്ദേശിച്ചത്. പിന്നെ എൻ്റെ ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാല് എന്താ, അങ്ങനെ ഇപ്പൊ ഒരു മണ്ടത്തരം എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. മണ്ടത്തരം ചോദിച്ചു കഴിഞ്ഞാലും ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായ ഭൂലോക മണ്ടത്തരം. അത് ശരിക്കും പറഞ്ഞാൽ പക്വത എത്താത്ത പ്രായത്തില് പിന്നെ ഇവനെ വെറുതെ ബുദ്ധിമുട്ടിച്ചതാണ്. അത് ഇവനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്. എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാല് കണ്ണടച്ചിട്ട് ആ ഒരു വ്യക്തിനെ ചിലരെ നമ്മൾ എന്താ പറയാ വിശ്വസിക്കരുത്, കണ്ണടച്ച് വിശ്വസിക്കരുത്. എന്താ വെച്ചാൽ അവര് പറഞ്ഞ് തുടക്കം മുതൽ പറഞ്ഞ് പറ്റിച്ചാണ്. അതാ സംഭവിച്ചത്. അപ്പൊ അതാണ് വിട്ടേ. എന്നാൽ നമുക്ക് നിങ്ങളെ പുച്ഛിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? പുച്ഛിക്കുന്നവരോട് താങ്ക് യു ഫസ്റ്റ് തന്നെ. എന്നുവെച്ചാല് ആ പുച്ഛിക്കുന്നവരുണ്ടെങ്കിലേ നമ്മൾ വളരും, വളരും. കാരണം എന്താ വെച്ചാല് മാത്രമല്ല അവര് തന്നെ ഒരു വാശിയാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാൻ അവരുടെ ആ വാക്കുകളും ആ ഒരു ഇത് തന്നെയാണ് നയിക്കുന്നത്. അവരുടെ പുച്ഛാണ് നമ്മുടെ ഫ്യൂവൽ. അങ്ങനെ കാണുന്നവരാണ് നമ്മൾ രണ്ടാളും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവര് എന്താ പറയാ ഹേറ്റേഴ്സ് ഇങ്ങനെ പറയാ അവരങ്ങനെ ഇങ്ങനെ അതുവഴി 4 ആൾ അറിയും. അത് നമുക്ക് ഗുണം ചെയ്യും. നീ അങ്ങനെ പറയില്ല, പോലും പിന്നെ ആരോട് പറയില്ല. അങ്ങനത്തെ ഒരു കണ്ടിരിക്കാനും സാധ്യത കുറവാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതിപ്പോ നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ. എന്നുവെച്ചാല് ആൾക്കാരെ എങ്ങനെ സ്വതേ എന്തായാലും ആ ഒരു നമ്മളെ ഇഷ്ടപ്പെടുന്നവരെന്തായാലും കാണുമ്പോൾ സന്തോഷിക്കും. അവരെ കാണാൻ പറ്റിയല്ലോ, അങ്ങനെയുള്ള ഒരു സന്തോഷം ഉണ്ടാകും. പിന്നെ യൂട്യൂബ് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം. നമുക്കുണ്ടാക്കാൻ പോകുന്ന മാറ്റം ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മള് ഒരു വലിയൊരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാലുള്ള മാറ്റം ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവൻ പറയുന്നുണ്ട്. പക്ഷെ ഇവന്റെ സ്വഭാവം വെച്ചിട്ട് ഇവൻ ചിലപ്പോൾ വലിയ അഹങ്കാരി. ഞാൻ തമാശ പറഞ്ഞേട്ടാ. ഇപ്പം നമ്മളെല്ലാം വളരെ ലളിതമായി ഞാൻ പറഞ്ഞില്ലേ కొంచెం ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ഹാപ്പി ആകുന്നവരാണ്. അങ്ങനെ വലിയൊരു സെലിബ്രിറ്റി ആകുമ്പോൾ നമുക്ക് അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ 2 എക്സാമ്പിൾ എടുത്തു പറയാം. പിന്നെ എന്താ പറയുക, പൊക്കി പറയുന്നത് കേൾക്കണ്ട. 2-3 മെസ്സേജ് എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിൽ ആണും പെടും പെണ്ണും പെടും. അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ വിചാരിച്ചിട്ടില്ല റിപ്ലൈ തരുമെന്ന്. അങ്ങനെ ഇങ്ങനെ 2-3 നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിപ്ലൈ കൊടുത്തപ്പോൾ പിന്നെ അവർക്ക് തന്നെ വലിയ സന്തോഷമായി. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ആരും എല്ലാവരും ഒരുപോലെയാണ്. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരൻ തന്നെയാണ്. നമ്മളെ മൈൻഡും അങ്ങനെ തന്നെയാണ്. നമുക്ക് വരുന്ന ഓരോ മെസ്സേജും നമ്മള് വളരെ ഹാപ്പിയോടെ കാണുന്നത്. സംഭവം എന്താ വെച്ചാല് ഒരു വ്യക്തിനെ സെലിബ്രിറ്റി ആക്കുന്നതും അല്ലാതാക്കുന്നതും ജനങ്ങളാണ്. അപ്പം ജനങ്ങളോട് അത് എന്താ പറയാ ആ രീതിയിൽ അവരോട് പെരുമാറിയിട്ടില്ല പിന്നെന്ത് സെലിബ്രിറ്റിയാ. അപ്പൊ അത് വിടാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഞ്ജു ഒരുപാട് ത്യാഗം ധരിച്ചിട്ടുണ്ടെന്ന്. അത് അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പറയണം. അത് പിന്നെ പറയും, പക്ഷെ എന്താ വെച്ചാൽ അത് ചുരുക്കമല്ല. വലിയൊരു സ്റ്റോറി പറയാനുണ്ട്. ഒരു കാര്യം പറയാം, ഇവിടെ ഒരു സ്റ്റോറി ഏത് ബുക്കിലായിരുന്നു ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ യൂട്യൂബർ ആയത് എങ്ങനെയാ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൽമാൻ മഞ്ജുവും തമ്മിലുള്ള ബോണ്ട് ഇത്ര സ്ട്രോങ് ആകാനുള്ള കാരണം അത് പറഞ്ഞല്ലോ.
പിന്നെ എൻ്റെ ഉമ്മ ഇവളെടുത്ത് വളർത്തിയതും എല്ലാം ഉമ്മയാണ്. അതേപോലെ തന്നെ ഇവളും ഉമ്മാന്റെ അനിയത്തിയും എല്ലാം പിന്നെ എന്നെ എടുത്ത് വളർത്തി. പിന്നെ വേറൊരു കാര്യമുണ്ട് എന്താ വെച്ചാ, ഇവൻ ഭയങ്കര സൈലന്റ് ആണ് ആള്, ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണോ എന്ന് ഇവന്റേതല്ല പൊതുവേ ഞാൻ നോക്കാറില്ല. പല തിരിച്ചടി എനിക്ക് കയ്യിൽ ഉണ്ടായിട്ടുണ്ട്, വേറെ കാര്യം. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് ഇവൻ ഓപ്പൺ ആയിട്ട് എന്റെ ഇപ്പൊ ഇവന്റെ എന്ത് കാര്യവും ആദ്യം പറയാൻ എന്റെ അടുത്താ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടായിരിക്കണം ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്ട്രോങ് റിലേഷൻ ആയത് അല്ലേ. പിന്നെ ചോദിച്ചിട്ടുള്ള ലൈഫിൽ രണ്ടാൾക്കും എന്താകാനാണ് ആഗ്രഹം? ലൈഫിൽ എനിക്കിപ്പോ നമ്മള് ചെറിയ പ്രായത്തിൽ ആഗ്രഹിച്ചതല്ല പിന്നെ എത്തിയതും പിന്നെ എത്തിപ്പെട്ടതും. അതെ. പിന്നെന്ന് വെച്ചാൽ ഒരു സമയം എത്തിക്കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു യൂട്യൂബർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുള്ളത്. അതില് ഈ ഒരു നിമിഷം ഇനി വരുന്ന കാലത്തേക്കും അതിലൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോബ് തന്നെയാണ് ഇത്. പിന്നെ എന്താ പറയാ, ചില നെഗറ്റീവ് കമന്റ്സ് നമുക്ക് മറ്റേ ബഷീർ ബഷീറിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, പണിയെടുത്ത് ജീവിച്ചൂട അങ്ങനെയാണെന്ന് പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അല്ല അത് അതിലേക്ക് വരാം. പക്ഷെ അവര് എന്ന് വെച്ചാല് അവരോട് പറയാനുള്ളത്, ഞാൻ ഈ യൂട്യൂബ് മാത്രമല്ല ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം ചെയ്തിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ജീവിക്കുന്നു. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ഉള്ളത് കുക്കിംഗ് മാറ്റി വ്ളോഗിങ് തിരഞ്ഞെടുക്കേണ്ടായ സാഹചര്യമില്ല. ഞങ്ങള് പിന്നെ ഈ ശരിക്കും കുക്കിംഗ് ചാനൽ, അപ്പൊ ഇവനിക്ക് പറഞ്ഞല്ലോ ജോബ് ഉണ്ട്. ഇവന്റെ ജോബ് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ മിക്കവാറും ഇവൻ രാത്രി ആയിരിക്കും വരിക. അപ്പൊ രാത്രി എല്ലാവരും അത് പിന്നെ മെയിനായിട്ട് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതൊരു വ്ളോഗിങ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും നമ്മൾ പുറത്ത് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെയ്യണം. നമ്മൾ ഫസ്റ്റാണ് ഒരു ക്യാമറ എടുത്തിട്ട് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച് എന്തുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് പറ്റിയൊരു പരിപാടിയാണ് കുക്കിംഗ്. അങ്ങനെയാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെങ്കിൽ പിന്നെ തുടങ്ങിയപ്പോൾ മനസ്സിലായി ശരിക്കും ഭയങ്കര റിസ്ക് ആണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഭയങ്കര റിസ്ക് ആണ്. കാരണം ടൈം ടേക്ക് ചെയ്യുന്നുണ്ട്. അത് പുതിയൊരു ഐറ്റം എല്ലാം ആകുമ്പോൾ സക്സസ് ആയി വരണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ക്ലീനിങ് കാര്യങ്ങള് ഒരുപാട് ചെലവും കാര്യങ്ങളും അതുകൊണ്ട് അപ്പം പിന്നെന്ന് വെച്ചാൽ അതിനുള്ള റിസൾട്ട് ഒന്നും അതുമില്ല. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ശരിക്കും അത് താല്പര്യമില്ലാതെ എന്റെ താല്പര്യം കുക്കിംഗ് എനിക്ക് ഇഷ്ടം തന്നെ. നമ്മളെ ഫാമിലി തന്നെ ഫ്രണ്ട്സ് തന്നെ തുറന്നിട്ടാ നമുക്ക് മെയിനായിട്ട് താല്പര്യമില്ല. ഞങ്ങളത് മാറ്റി പിടിച്ചപ്പോഴാണ് അധികം ആളോട് ചോദിച്ചു നിങ്ങൾ ഇത് ചെയ്തപ്പോ ഇതെന്തിനാ വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് തന്നെ കംപ്ലീറ്റ് കാണുന്നില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് സൽമാന്റെ ഫ്യൂച്ചർ പ്ലാൻ ആൻഡ് ഡ്രീംസ്. ഇത് ഈ യൂട്യൂബ് തന്നെയാണ് എൻ്റെ ഡ്രീം. ഞാനൊരു കരിയറായിട്ട് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ പിന്നെ ഞാനിപ്പോൾ എൻ്റെ ജോബിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യും. പക്ഷേ ഇതിലൊരു പച്ച പിടിച്ച് വന്നാൽ, അതായത് നിങ്ങളെ സപ്പോർട്ടിലൂടെ ഒന്ന് പച്ച പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഞാനിതൊരു കരിയറായിട്ട് തന്നെ ചെയ്യും. അതിൽ ഇവിടെ സപ്പോർട്ടും പിന്നെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. പിന്നെ അതന്നെ എൻ്റെ ഒരു വ്ളോഗർ എന്ന് അറിയപ്പെടാനാണ് എനിക്കാഗ്രഹം. ഒരു യൂട്യൂബർ എന്ന് അറിയപ്പെടാൻ വലിയ ആഗ്രഹമുണ്ട്. പിന്നെ അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേടാം, അതന്നെ. പിന്നെ യൂട്യൂബർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു രണ്ടാളും. ഒരു സമയം വരെ ഇല്ലായിരുന്നു, പിന്നെ പഠിക്കുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ആ സമയത്ത് ഏകദേശം ചിന്തിച്ചിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാനത് അങ്ങനെ അങ്ങ് വിട്ടു. പിന്നെ അടുത്ത കാലത്തേക്ക് ഇങ്ങനെ ചെറുങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത്. പിന്നെയാണ് ഇവന്റെ ഒരു ഇത് കിട്ടിയത്. പിന്നെ ലാസ്റ്റ് ചോദ്യം, ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ നെയിം തലശ്ശേരി 360 എന്നിടാൻ കാരണം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ ഒരു ചോദ്യം നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസീന സുഹൈദ് എന്ന് പറഞ്ഞ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ലാസ്റ്റിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോ എന്തൊരു ചോദ്യം? ഏറ്റവും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം. മറക്കാനാവാത്ത അനുഭവം മാത്രമല്ല, മറക്കാനാവാത്ത ഒരു വേദന കൂടിയാണ്. ഒരുപക്ഷെ ആരുടെ ലൈഫിലും സംഭവിക്കാൻ പാടില്ലാത്ത എന്താ പറയാ ഒരു സംഭവം തന്നെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം എൻ്റെ വളരെ ചെറുപ്പത്തിൽ നടന്നൊരു കാര്യമാണ്. എങ്കിലും ഇന്നും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അനിയത്തിയുടെ മരണം. എൻ്റെ അനിയത്തിയുടെ മരണം അതൊരു ആക്സിഡന്റ് മരണമായിരുന്നു. അത് ഞാൻ കാരണമാണ് അത് സംഭവിച്ചത് എന്നുള്ളത്. അതാണ് എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കാര്യം.
പിന്നെ എൻ്റെ ലൈഫിൽ അങ്ങനെ വേദനിപ്പിച്ച കാര്യം എന്ന് പറയാൻ പിന്നെ എനിക്കത് പേഴ്സണലി ഇപ്പം അത് ശരിക്കും പുറത്ത് പറയാൻ പറ്റില്ല. അത് എൻ്റെ ഫാമിലിനെ എൻ്റെ ഒന്നിക്കിൽ എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് അത് വിഷമാവും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെന്തായാലും ഞാൻ പിന്നെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവർക്കൊരു ഹേർട്ടാവും. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല. പിന്നെ പിന്നെ ഞങ്ങളെ കമൻസ് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ ഞങ്ങളെ വീഡിയോ കാണുന്നവരോട് വിമർശിക്കുന്നവരോട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതിപ്പോൾ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഞങ്ങളുടെ പ്രേക്ഷകരായിക്കോട്ടെ ആരാണെങ്കിലും ഒരാളെയും കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ ആരെയും വിമർശിക്കരുത്. ചിലപ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും ഓരോരുത്തരുടെയും ലൈഫ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്നെ ബാധിച്ചിട്ടുള്ള ചില കാര്യങ്ങളും പിന്നെ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ നേരിടുന്ന അല്ലെങ്കിൽ ഞാൻ അറിയാതെ എന്നോട് പറയാതെ ഞാൻ നേരിടുന്ന ചില കാര്യങ്ങൾ എനിക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്, അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല. എനിവേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ പിന്നെ എല്ലാവർക്കും താങ്ക്സ് ഇതുവരെ നമ്മുടെ Q&A വീഡിയോ കണ്ടിരുന്നതിന്. പിന്നെ അപ്പോൾ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ ദയവ് ചെയ്ത് എല്ലാവരും ഫസ്റ്റ് പാർട്ട് തീർച്ചയായിട്ടും കാണണം. അതുപോലെ തന്നെ അത് മുഴുവനായിട്ട് കാണണം. അതുപോലെ സെക്കൻഡ് പാർട്ടും മുഴുവനായിട്ട് കാണണം. കാരണം ഞങ്ങൾ ഈ Q&A ഇടാൻ കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഈ Q&A വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റിൻ്റെ അടിയിലും ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ്, നിങ്ങൾ ബ്രദർ സിസ്റ്റർ. ഞങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് Q&A ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വീഡിയോ കാണുക. അതുപോലെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്യുക പ്ലീസ്. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇനിയും മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അടുത്തൊരു Q&A ചെയ്യുന്നത് ചെയ്യാം. എന്തായാലും കുറച്ച് കഴിഞ്ഞാല് സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ നമുക്കത് ചെയ്യാം. എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മളെ 2 പാർട്ടും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.